ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിലൊന്നായ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും ആഗോളതലത്തിൽ ആശങ്കയുടെ നിഴലിൽ ആയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയും അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഈ പ്രതിസന്ധിയിൽ നേരിട്ട് ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള വിപണികൾ ഭീതിയോടെയാണ് കടലെടുക്കിലെ ഓരോ ചലനങ്ങളെയും നോക്കിക്കാണുന്നത്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെ 1/5 ഭാഗവും കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ പാതയ്ക്കുമേൽ എപ്പോൾ വേണമെങ്കിലും നിരോധനമോ ആക്രമണമോ ഉണ്ടായേക്കാം എന്ന തിരിച്ചറിവ് ഗൾഫ് രാജ്യങ്ങളെ ഒരു പുതിയ ചിന്താഗതിയിലേക്ക് നയിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സൗദി അറേബ്യയും ചേർന്ന് വികസിപ്പിക്കുന്ന പുതിയ വ്യാപാര ഇടനാഴി ലോകശ്രദ്ധ നേടുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ചരക്ക് നീക്കം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെട്ട ഈ പാത പശ്ചിമേഷ്യയുടെ സാമ്പത്തിക ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പരിശോധിച്ചാൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. ഒമാനും ഇറാനും ഇടയിലുള്ള ഈ പ്രദേശം പേർഷ്യൻ കടലിടുക്കിനെ ഒമാൻ കടലുമായും അറബിക്കടലുമായും ബന്ധിപ്പിക്കുന്നു. ഇറാൻ ഈ ജലപാതയുടെ ഒരു വശം നിയന്ത്രിക്കുന്നത് കൊണ്ടുതന്നെ മേഖലയിലെ ഏത് ചെറിയ രാഷ്ട്രീയ തർക്കവും കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനത്തോടെ ഇറാനും അമേരിക്ക ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള പോര് മുറുകിയതോടെ ഹോർമൂസ് പാതയിലൂടെയുള്ള ചരക്ക് നീക്കം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലായിരുന്നു. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള ഊർജ്ജ ഇറക്കുമതി രാജ്യങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സൗദി പോർട്സ് അതോറിറ്റിയായ മവാനിയും ഷാർജ ആസ്ഥാനമായുള്ള പ്രമുഖ ലോജിസ്റ്റിക്സ് കമ്പനിയായ ഗൾഫ് ടൈനറും കൈകോർക്കുന്നത്. ഈ സംയുക്ത സംരംഭത്തിലൂടെ ദ നാഷണൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഷാർജയിലെ ഗോർഫക്കാൻ തുറമുഖത്തെയും സൗദിയിലെ ദമാമിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ട്രേഡ് ബ്രിഡ്ജ് അഥവാ വ്യാപാര പാലം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഈ പുതിയ ഇടനാഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സങ്കര സ്വഭാവമാണ്. ഇത് കേവലം ഒരു സമുദ്രപാതയോ അല്ലെങ്കിൽ റോഡ് മാർഗമോ മാത്രമല്ല, മറിച്ച് ഇവ രണ്ടിനെയും സമർത്ഥമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചരക്ക് കപ്പലുകൾക്ക് ഇനി മുതൽ ഹോർമൂസ് കടലെടുക്ക് വഴി പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. പകരം ഇന്ത്യൻ സമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന UAEയിലെ ഗോർഫക്കാൻ തുറമുഖത്ത് ചരക്കുകൾ ഇറക്കാം. അവിടെ നിന്ന് അത്യാധുനികമായ ട്രക്ക് സംവിധാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ ശൃംഖലയിലൂടെയോ ഷാർജയിലെ സജ ഡ്രൈ പോർട്ടിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് അതിവേഗത്തിൽ സൗദി അറേബ്യയിലെ ദമാമിലേക്കും മറ്റ് ഉൾനാടൻ വിതരണ കേന്ദ്രങ്ങളിലേക്കും ഇവ എത്തിക്കാൻ സാധിക്കും. ഈ സംവിധാനത്തിലൂടെ നിലവിലുള്ള കപ്പൽ യാത്രയുടെ സമയം പകുതിയോളമായി കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ യുദ്ധഭീഷണിയിലുള്ള മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പലുകൾക്ക് നൽകേണ്ടി വരുന്ന ഉയർന്ന ഇൻഷുറൻസ് തുക ലാഭിക്കാനും ഈ സുരക്ഷിത പാത വ്യാപാരികളെ സഹായിക്കുന്നു. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ദമാം തുറമുഖം അവരുടെ കിഴക്കൻ പ്രവിശ്യയുടെ ജീവനാഡിയാണ്. യൂറോപ്യൻ വിപണികളിലേക്കുള്ള ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലാക്കാൻ ഈ പുതിയ ഇടനാഴി അവർക്ക് മുതൽക്കൂട്ടാകും. ഗോർഫക്കാനിൽ നിന്ന് അബുദാബി വഴി സൗദി അതിർത്തി കടന്ന് ദമാമിലെത്തുന്ന ഈ പാത കേവലം ഒരു ബദൽ സംവിധാനം എന്നതിനേക്കാൾ മേഖലയിലെ 2 വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള സഹകരണത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാന് ലഭിക്കുന്ന മേൽക്കൈ കുറയ്ക്കാനും സ്വന്തം വിതരണ ശൃംഖലയെ സ്വയം പര്യാപ്തമാക്കാനും UAEക്കും സൗദിക്കും ഈ നീക്കത്തിലൂടെ സാധിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഷാർജയിലെ സജ ഡ്രൈ പോർട്ട് പോലെയുള്ള ലോജിസ്റ്റിക്സ് ഹബ്ബുകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും തദ്ദേശീയമായി ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം ഏതാണ്ട് നിശ്ചലമായപ്പോഴും ഇന്ത്യയും ചൈനയും ഇറാനുമായി ഉണ്ടാക്കിയ പ്രത്യേക ധാരണ പ്രകാരം ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ പാതയിലൂടെ കടന്നുപോകാൻ അനുമതി ലഭിച്ചിരുന്നു. ഇന്ത്യയിലെ പാചകവാതക ക്ഷാമം പരിഹരിക്കുന്നതിനായി ജഗ് വസന്ത്, പൈൻ ഗ്യാസ് എന്നീ കപ്പലുകൾ ഇറാൻ തീരത്തോട് ചേർന്ന് പ്രത്യേക സിഗ്നലുകൾ നൽകിക്കൊണ്ട് യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. ഇറാൻ നാവികസേനയുടെ തന്നെ അകമ്പടിയോടെയാണ് പലപ്പോഴും ഈ കപ്പലുകൾ സുരക്ഷിത താവളങ്ങളിലേക്ക് എത്തുന്നത്. എങ്കിലും ഒരു രാജ്യത്തിൻ്റെ മാത്രം ഔദാര്യത്തിൽ ഒരു ആഗോള വ്യാപാര ശൃംഖലയ്ക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദമാം ഷാർജ ഇടനാഴി ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ പാത പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ ഇന്ത്യൻ ചരക്കുകൾക്ക് സുരക്ഷിതമായി ഗൾഫ് വിപണികളിലേക്ക് എത്താൻ സ്ഥിരമായൊരു വഴി തുറന്നു കിട്ടും. അതേസമയം മേഖലയിൽ നിലനിൽക്കുന്ന യുദ്ധഭീതി മറ്റൊരു സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഇറാന്റെ ബുഷ്ഹർ ആണവ നിലയത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അത് അയൽരാജ്യമായ കുവൈറ്റിനെ ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമായിരുന്നു.
ബുഷ്ഹറിൽ നിന്ന് ഏകദേശം 240 കിലോമീറ്റർ മാത്രം അകലെയുള്ള കുവൈറ്റിൽ ആണവ വികിരണങ്ങൾ പടരാനുള്ള സാധ്യതയെക്കുറിച്ച് കുവൈറ്റ് സൈന്യം വ്യക്തമായ വിശദീകരണം നൽകിക്കഴിഞ്ഞു. നിലവിൽ ഭീഷണിയില്ലെങ്കിലും ജനങ്ങൾ പാലിക്കേണ്ട മുൻകരുതൽ നിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കാര്യത്തിലേക്കാണ്. മേഖലയിലെ ഓരോ രാജ്യവും തങ്ങളുടെ നിലനിൽപ്പിനായി പരമ്പരാഗത പാതകളെയും രീതികളെയും മാറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സുരക്ഷിതമല്ലാത്ത ഊർജ്ജ കേന്ദ്രങ്ങളും തടസ്സപ്പെടാൻ സാധ്യതയുള്ള സമുദ്രപാതകളും ലോക സാമ്പത്തിക ക്രമത്തിന് ഭീഷണിയാണ്. ചുരുക്കത്തിൽ UAEയും സൗദി അറേബ്യയും വികസിപ്പിച്ചെടുക്കുന്ന ഈ പുതിയ വ്യാപാര ഇടനാഴി പശ്ചിമേഷ്യയിലെ വെറും ഒരു റോഡ് പ്രോജക്റ്റ് മാത്രമല്ല, അത് കൃത്യമായ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തന്ത്രപ്രധാനമായ ചുവടുവയ്പ്പാണ്. സംഘർഷങ്ങൾക്കിടയിലും വിപണിയുടെ ചലനാത്മകത നിലനിർത്താനും ആഗോള വിതരണ ശൃംഖലയെ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരം ബദൽ മാർഗങ്ങൾ അനിവാര്യമാണ്. ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വങ്ങൾ തുടരുമ്പോഴും പുതിയ പാതകൾ നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെയും കരുത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ വ്യാപാര മേഖലയെ പുനർനിർമ്മിക്കുകയാണ്. ഇത് വരും കാലങ്ങളിൽ ആഗോള വ്യാപാരത്തിൻ്റെ ഗതി നിശ്ചയിക്കുമെന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.